ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിന്നോടൊന്നും ഒരിക്കലും അങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ വലിഞ്ഞു കയറി വന്നേ? നിങ്ങൾ തന്നെ എന്റെ മമ്മിയെ ഉപദ്രവിച്ചേ. ഗാഥ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഞങ്ങളിപ്പോ ഇവിടെ സിറ്റി ഹോസ്പിറ്റലാ ഉള്ളത്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എന്റെ മമ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചത് നിങ്ങൾ കാരണമാണെങ്കിലേ ഒരൊറ്റ എണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല. അതെന്താന്ന് വെച്ചാ ചെയ്യ്. ആദ്യം ഇങ്ങോട്ട് വരാൻ നോക്ക്. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഒരു സംശയം വേണ്ട, മമ്മി അവരെല്ലാവരും ചേർന്ന് ആക്രമിച്ചത് തന്നെയാ. അങ്ങനെയൊന്നും ആയിരിക്കില്ല മാഡം. മിണ്ടിപ്പോരുത്. അവളെ ന്യായീകരിക്കാൻ എന്റെ മുന്നിൽ വെച്ച് ശ്രമിക്കണ്ട. സിനി ചേച്ചിയുടെ കൂടെ ഗാഥയുണ്ട്. നമ്മള് മേഡത്തെ എന്തൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ അവള് സംസാരിക്കുന്നെ. അവരുടെ വായിന്ന് അതൊക്കെയല്ലേ വരൂ. നമ്മളത് കാര്യമാക്കണ്ട. ഇനിയിപ്പോ വന്നിട്ട് എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടാൻ പോകുന്നേ. അമ്മ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. അതെ, നമുക്ക് ആ കാഷ്വാലിറ്റിയുടെ അങ്ങോട്ട് പോവാം. നടക്ക്. വാ മോളിക്കുട്ടി. ഈ നിൽക്കുന്ന ഗാഥ വേറൊരു ഗാഥയെ ഫോൺ വിളിച്ചു. ഈ ഗാഥ ഇവിടെ നിൽക്കുമ്പോ തന്നെ അടുത്ത ഗാഥ ഇങ്ങോട്ട് വരുന്നു. എടാ ഉദയാ, നിന്റെ സമയം തെളിഞ്ഞടാ. ഇടാ, എത്രമാത്രം അടി കൊണ്ടടാ നീ ഇതിനു വേണ്ടിയിട്ട്. ഇതാണ് നിന്റെ സമയം, ഇതാണ് സമയം. വേദനയുണ്ടോ? എന്നിവിടെ ആരോ കൊണ്ടുവന്ന? ഞാൻ അവരിപ്പ വിളിക്കാം. ദേ, നിങ്ങളുടെ ആ പേഷ്യന്റ് കണ്ണു തുറന്നിട്ടുണ്ട്. ചെന്നോളൂ. അമ്മേ, വേദന എടുക്കുന്നുണ്ടോ? വല്ലത് പേടിച്ചോ? ഒരുപാട് രക്തം പോയിരുന്നു. മോള് തനിച്ചാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വെറുതെ ചിന്തിച്ച് തലവേദനിക്കണ്ട. എന്താ നടന്നതെന്നേ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളെല്ലാരും കൂടി പുറത്തേക്ക് പോവാൻ പോകുമ്പോ ഒരു ശബ്ദം കേട്ട് അകത്തേക്ക് ഓടി വന്നതാ. വന്ന് നോക്കിയപ്പോ തലേന്ന് രക്തം ഒഴുകി ബോധമില്ലാതെ കിടക്കുക. പിന്നെ ഞങ്ങളാരും മനുഷ്യരല്ലെന്ന് മേഡം ആക്ഷേപിച്ചെങ്കിലുവേ ഞങ്ങൾക്ക് അങ്ങനെ പോവാൻ പറ്റില്ല. എന്റെ കാറിലാണോ വന്നത്? ആരാ ഡ്രൈവ് ചെയ്തേ? കാറിന്റെ താക്കോൽ അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ മേഡം കുറച്ചു മുമ്പ് പുച്ഛിച്ചൊരു വാഹനം ഉണ്ടല്ലോ, എന്റെ ഓട്ടോ, അതിലായിരുന്നു സവാരി.